എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 37 ശ്ലോകം 6, 7, 8, 9, 10, 11, 12 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ കേശിയെ ഗരുഡൻ സർപ്പത്തെ എന്ന പോലെ പിടിച്ച് വട്ടത്തിൽ കറക്കി ഒരൊറ്റയേറ് ഭഗവാൻ തന്റെ നേർക്ക് വരുന്നു. കുറെ നേരം അവൻ ബോധം കെട്ട് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ദയണീട്ട് പിന്നെ പൂർവാധികം കോപത്തോടു കൂടിയിട്ട് ഭഗവാന്റെ നേർക്ക് ഇങ്ങനെ ചാട്ടി മറിഞ്ഞ് വരികയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. സലബ്ധസംജ്ഞ പുനരുത്ഥിതോരുഷാ വ്യാദായ കേശീതരസാ പതൽഹരിം സോപ്യസ്യ വക്ത്രേ ഭുജമുത്തരം സ്മയൻ പ്രവേശയാമാസ യഥോരഗം വിലേ. അങ്ങനെ ദൂരെ എറിഞ്ഞപ്പോ ചെന്ന് വീണ സ്ഥലത്ത് കുറെ നേരം മോഹാലസ്യപ്പെട്ട് കിടന്നിരുന്ന കേശി കുറെ നേരം കഴിഞ്ഞപ്പോ ബോധം വന്ന് ഓട്ടന്നെ എണീറ്റു വായ പൊളിച്ചുകൊണ്ട് സകല സന്താപകരനായ ഭഗവാന്റെ നേർക്കണ്ട ഒറ്റ ചാട്ടം. ഭഗവാൻ എന്ത് ചെയ്തു? എലിയെ പിടിക്കാൻ ഈ പുറ്റിനുള്ളില് പാമ്പ് ഇങ്ങനെ എഴുതി ചെല്ലില്ലേ, അതുപോലെ ഭഗവാൻ കേശിയുടെ വായയുടെ ഉള്ളിലേക്ക് തന്റെ ആ സുന്ദരമായിരിക്കുന്ന ഇടത്തെ കൈ അങ്ങനെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഇട്ടു, വായയുടെ ഉള്ളിൽ. ദന്താനിപേതു ഭഗവൽ ഭുജസ്പൃശ തേ കേശിന സ്തപ്തമയ സ്പൃശോ യഥാ ബാഹുശ്ച തദ്ദേഹഗതോ മഹാത്മനോ യഥാമയ സംവവൃതേ ഉപേക്ഷിത. അപ്പോ തന്റെ വായിലേക്ക് വന്ന ആ കയ്യനെ ഇങ്ങനെ കടിച്ചു മുറിക്കാനായിട്ട് ഭാവിച്ചു കേശി. അപ്പൊ എന്താണ്ടായേ? അവന്റെ പല്ലുകളൊക്കെ ഏറ്റവും പഴുപ്പിച്ചിരിക്കുന്ന ലോകത്തിൽ കടിച്ചതുപോലെ അവന് തോന്നിയതാ. അങ്ങനെ അപ്പൊ എന്താണ്ടാവുക? പല്ലൊക്കെ മുറിഞ്ഞു പോവല്ലേ. അങ്ങനെ അവന്റെ പല്ലെല്ലാം തകർന്നു പോയി. അത്ര കാഠിന്യം ഉണ്ടായിരുന്നു ഭഗവാന്റെ ആ കയ്യിന്. എന്ന് മാത്രല്ല, ചികിത്സിക്കാതെ വിട്ടിരിക്കുന്ന രോഗം എന്ന പോലെ ഭഗവാന്റെ കയ്യെ കേശിയുടെ വായ്ക്കുള്ളിൽ അങ്ങനെ വളർന്നു വരാൻ തുടങ്ങി. വളർന്നു കൈ അങ്ങോട്ട് വലുതായി ആ അഘാസുരന്റെ ഉള്ളിൽ കടന്നപ്പോ ഭഗവാൻ ശരീരം വർദ്ധിപ്പിച്ചില്ലേ, ഇതാ കയ്യിനെ അങ്ങോട്ട് വലുതാക്കി. അപ്പൊ എന്തായി? അവന്റെ വായലങ്ങോട്ട് തിങ്ങി നിറഞ്ഞു ഈ കയ്യിനിങ്ങനെ തടിയും നീളവും അങ്ങനെ വർദ്ധിച്ചു വന്നു. പിന്നെന്താ? സമേധമാനേന സ കൃഷ്ണബാഹുന നിരുദ്ധവായുശ്ചരണാംശ്ച വിക്ഷിപൻ പ്രസ്വിന്നഗാത്ര പരിവൃത്തലോചന പപാതലേണ്ഡം വിസൃജൻ ക്ഷിതൗ വ്യസു. ഭഗവാന്റെ കയ്യ് അവന്റെ വായയിൽ ഇങ്ങനെ വളർന്നു വന്നപ്പോ ശ്വാസം മുട്ടി തുടങ്ങിയവന്. ശ്വാസം വിടാൻ പറ്റാണ്ടേ കൈ കാലുകളൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച് ശ്വാസം മുട്ടുമ്പോ അങ്ങനെയല്ലേ, എന്താ വേണ്ടത്? കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി. ദേഹം മുഴുവൻ വേർത്ത് കുളിച്ചു, കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ചു വന്നു. അപ്പോഴേക്കും ആ അവസാനം ആയി എന്നുള്ളതിന്റെ ഇതാണ്, അവന്റെ മലമൊക്കെ അങ്ങോട്ട് പോകാൻ തുടങ്ങി എന്നാ പറഞ്ഞത്. അങ്ങനെ അവസാനത്തെ ആ പ്രാണനും നിലച്ചു അങ്ങോട്ട് വീണു. ഒരു പർവ്വതം വീണ മാതിരി അവൻ വീണു. തദ്ദേഹഗത കർക്കടികാഫലോപമാൽ വ്യസോരപാകൃഷ്യ ഭുജം മഹാഭുജ അവിസ്മിതോ അയത്നഗതാരിരു ഉത്സ്മയൈ പ്രസൂനവർഷൈ ദിവിജൈ അഭിഷ്ടുത. നല്ലോണം മൂത്ത ഒരു കക്കരിക്ക അങ്ങനെ വിണ്ടുപോകും. അതുപോലെ ആ പ്രാണവായുവിന്റെ നിരോധം നിമിത്തം വിണ്ടിരിക്കുന്ന ആ ദാനവന്റെ വായിൽ നിന്ന് ഭഗവാൻ കൈ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അങ്ങനെ നിർവികാരനായിട്ട് നിന്നു എന്നാ പറഞ്ഞു. ഇത്ര ഘോരനായ അസുരനെ കൊന്നു കഴിഞ്ഞാൽ ഒരു ഗർവമൊക്കെ ഉണ്ടാവില്ലേ? ഭഗവാൻ എന്താ അങ്ങനെയൊക്കെ ഉണ്ട് ആവശ്യം? ഒരു പ്രയാസം കൂടാതെ തന്റെ ശത്രുക്കളെ മുഴുവനും വധിക്കാൻ ശക്തനാണല്ലോ ഭഗവാൻ. അങ്ങനെ എത്ര എണ്ണത്തിനെ കൊന്നിരിക്കണം ഭഗവാൻ അല്ലേ? പിന്നെന്തിനാ ഗർവം? മഹാപ്രഭുവായ ആ ഭഗവാന് തൃണപ്രായനായിരിക്കുന്ന ഇവന്റെ ഒരു വധം ഒരു അത്ഭുതമൊന്നുമല്ല, ഒട്ടും അത്ഭുതത്തിന് അവകാശമില്ല. പക്ഷെ കണ്ടു നിന്ന ദേവന്മാർക്കൊക്കെ അത്ഭുതമായി. അവര് ആശ്ചര്യപ്പെട്ടു, പുഷ്പവർഷം ചെയ്തു, ഭഗവാനെ അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ നാരദ മഹർഷിക്ക്
വരേണ്ട സമയമായി. നാരദ മഹർഷി അവസാനത്തെ അസുരനാണ് കേശി. ഇനിതാ ഭഗവാൻ മധുരയിലേക്ക് പോകേണ്ട സമയമായി. നാരദ മഹർഷിയാണല്ലോ ഇതൊക്കെ ഭഗവാനെ അപ്പപ്പോ അറിയിക്കണത്. ഭഗവാനെ അറിയാഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും അങ്ങനെയാണ് അതിന്റെ ഒരു ചടങ്ങ് അല്ലെ. ദേവർഷി ഉപസംഗമ്യ ഭാഗവത പ്രവരോ നൃപ കൃഷ്ണം അക്ലിഷ്ടകർമാണം രഹസ്യേതത് അഭാഷത. അങ്ങനെ ഭഗവാൻ കേശിയെ കൊന്ന ശേഷം നാരദ മഹർഷി ഭഗവാന്റെ സന്നിധാനത്തില് ചെന്ന് അറിയിച്ചത് വിവരിക്കുകയാണ് ഈ ശ്ലോകത്തില്. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, നാരദൻ പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കൂ. മധുരാപുരവാസികളായ ഭക്തന്മാരുടെ മനോരഥ പൂർത്തി വരുത്താനും ദേവശത്രുക്കളെ അതിശീഘ്രം നശിപ്പിച്ച് സജ്ജനങ്ങളെ ആനന്ദിപ്പിക്കാനും വേണ്ടി പരമപരാക്രമശാലിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്തില് നാരദ മഹർഷി വന്ന് ഇങ്ങനെ പറയാണ് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട്. നാരദന്റെ ഈ പ്രവൃത്തി ലോക അനുഗ്രഹത്തിന് മാത്രം ആയിട്ടാണ്, അല്ലാതെ തന്റെ സ്വന്തമായിട്ടുള്ള യാതൊന്നും നാരദ മഹർഷിക്ക് ആവശ്യമില്ല അല്ലെ. അതീന്ദ്രിയമായ പരമാർത്ഥ തത്വത്തെ കരതലാമലകം പോലെ അറിഞ്ഞ് ആനന്ദിച്ചിരിക്കുന്ന ഋഷീശ്വരന് സാധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താ? ഒന്നുമില്ല. അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ ഭഗവാന്റെ പ്രവൃത്തികളൊക്കെ മുൻകൂട്ടി കാണാൻ സാധിക്കണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണല്ലോ എത്രയോ തപസ് ചെയ്തിട്ട് അല്ലേ നാരദ മഹർഷിക്ക് ഇത് കിട്ടിയിരിക്കണം. അപ്പോ ലോകാനുഗ്രഹത്തിനായിട്ട് അവതരിച്ചിരിക്കുന്ന ഭഗവാനെ അനുസരിക്കുന്നത് അത് തന്നെയാണ്. ഭഗവാന്റെ ഹിതം എന്താ അത് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ നാരദ മഹർഷി. അതാണ് നാരദ മഹർഷിയുടെ ഉദ്ദേശം, അത് മാത്രമാണ് എന്ന് പറയുന്നു. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവാഖിലാവാസ സത്വതം പ്രവര പ്രഭു. ഇത് മുതല് 14 ശ്ലോകം നാരദന്റെ വാക്യാണ്. നാരദ മഹർഷി പറയണു, ഹേ കൃഷ്ണ, അവിടുത്തെ സ്വരൂപം ഇന്ന വിധമാണെന്ന് നിർണയിക്കാൻ ആർക്കും കഴിയാത്തതാണ്. യോഗികൾക്കും ഫലം നൽകുന്നവൻ അവിടുന്ന് തന്നെ. ലോകങ്ങളുടെ നിയന്താവും അധിഷ്ഠാനഭൂതനും അവിടുന്ന് തന്നെയാണ്. എങ്കിലും ഇപ്പോതാ വസുദേവന്റെ പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നു. വസുദേവനെ രക്ഷിക്കേണ്ടതും അവിടുത്തെ കടമ തന്നെയാണല്ലോ. അവിടുത്തെ ജന്മസ്ഥാനമായ മധുരാപട്ടണത്തിൽ വസിക്കുന്ന ഭക്തന്മാർക്ക് അങ്ങയുടെ ദർശനം നൽകി അവരെ അനുഗ്രഹിക്കേണ്ടതും അങ്ങയുടെ കടമയാണ്. അതിങ്ങനെ ഓരോന്നും ഓർമ്മിപ്പിക്കുകയാണ് നാരദ മഹർഷി. ഇതെല്ലാം ഒരേ സമയത്ത് നടത്താൻ അങ്ങ് സമർത്ഥനാണ് എന്നുള്ള അഭിപ്രായത്തെയും അത്യാദരത്തെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് നാരദ മഹർഷി എന്തൊക്കെയാ പറയണത്. നാരദ മഹർഷി ഇതാ പറയണു, ഹേ കൃഷ്ണ, ഹേ അപ്രമേയാത്മൻ, ഹേ യോഗേശ, ഹേ ജഗദീശ്വര, ഹേ വാസുദേവ, ഹേ അഖിലാവാസ, ഹേ സത്വതാംപ്രവര, ഹേ പ്രഭു. ഈ സംബോധനയൊക്കെ എന്താ? ഭഗവാൻ ഇതെല്ലാം ഒരേ സമയത്ത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് നാരദ മഹർഷിക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ സംബോധനയൊക്കെ ചെയ്തിരിക്കുന്നത്. ത്വമാത്മാ സർവഭൂതാനാം ഏകോ ജ്യോതിരിവൈധസാം ഗൂഢോ ഗുഹാശയ സാക്ഷി മഹാപുരുഷ ഈശ്വര. ഹേ ഭഗവൻ, വിറകുകളുടെ ഉള്ളിൽ അഗ്നി എന്ന പോലെ സകല ഭൂതങ്ങളുടെയും ഉള്ളിൽ ആത്മാവായിരിക്കുന്നവനും ബുദ്ധിവൃത്തികളുടെ സാക്ഷിയാകയാൽ അറിയപ്പെടാൻ കഴിയാത്തവനും അപരിച്ഛിന്ന സ്വരൂപനും മഹദാദി തത്വങ്ങളുടെ സൃഷ്ടാവായിരിക്കുന്ന ഈശ്വരനും അവിടുന്ന് തന്നെയാണല്ലോ. പദാർത്ഥങ്ങളെ കാണുന്ന കണ്ണിനെ പദാർത്ഥങ്ങൾക്ക് കാണാൻ കഴിയാത്തതുപോലെ ബുദ്ധിവൃത്തികളുടെ സാക്ഷിയായിരിക്കുന്ന അവിടുത്തെ വൃത്തികൾക്ക് കാണാൻ കഴിയില്ല. അപ്പൊ എന്താ ഇതിന്റെ കൊണ്ട് മനസ്സിലാക്കേണ്ടത്? സകല ഭൂതങ്ങളിലും ഇരിക്കുന്ന ആത്മാവിനെ ഒരു ഭൂതത്തിനും കാണാൻ സാധിക്കില്ല. അതാണ് അതിന്റെ അർത്ഥം അല്ലെ. അറിയപ്പെടാത്ത ഒരാത്മാവ് ഉണ്ട് എന്നുള്ളതിന് എന്താണ് ഇപ്പൊ ഒരു പ്രമാണം എന്ന് വെച്ചാൽ, സർവ ആത്മാവും സ്വതന്ത്രനുമായിരിക്കുന്ന ഒരു ഈശ്വരൻ ഇല്ലെങ്കിൽ പരതന്ത്രന്മാരായിരിക്കുന്ന ജീവന്മാർക്ക് യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഉള്ളില് എന്തുകൊണ്ടാണ് ഈശ്വരൻ ഒരു സത്തായിട്ട് ഇരിക്കണം? അതുകൊണ്ടാണല്ലോ ആ സത്ത് പോകുമ്പോ ചത്തുപോയി എന്ന് പറയണത് അതാണ് അല്ലെ. ആ സത്തായിട്ട് പരമാത്മാവായിട്ട് ഇരിക്കുന്ന ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോ ജീവികളുടെ ഈ ജീവൻ തന്നെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വര സദ്ഭാവത്തിന്. ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ്, ഈശ്വരൻ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്.
അല്ലെ? ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ടല്ലേ ശരിക്കും. അങ്ങനെ നാരദ മഹർഷി ഭഗവാനെ സ്തുതിച്ച് എല്ലാ കാര്യങ്ങളും ഒക്കെ ലോകോപകാരമായിട്ട് ലോകത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കണു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് അല്ലേ? അങ്ങനെ പല പല അവസരങ്ങളിലും നമുക്ക് ഭഗവാനെ സ്തുതിക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഓരോരോ അവസരങ്ങൾ തരുകയാണ്. നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഇതൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങളുടെ ഉള്ളിലേക്ക് കേറില്ല. അപ്പൊ ഇങ്ങനെ ഭാഗവതത്തില് എത്രയോ പ്രാവശ്യം ഈ സ്തുതികളില് നമുക്ക് ഇതൊക്കെ ഓരോരോ സ്തുതികളിൽ ഓരോ സ്തുതികളും വേദങ്ങളാണ് എന്ന് പറയുന്നുണ്ട് ഇതില് ഭാഗവതത്തില്. അപ്പൊ കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ പല പല സന്ദർഭങ്ങളിലായിട്ട് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.